നമസ്കാരം. നിറഞ്ഞ സദസ്സും സ്നേഹം പതഞ്ഞൊഴുകുന്ന ഹൃദയങ്ങളും കുഞ്ഞുകുഞ്ഞിന് നേർച്ച വെച്ച് പുതുപ്പള്ളി. ദൈവസ്നേഹത്തണലിൽ മനുഷ്യഹൃദയങ്ങൾ സ്നേഹത്തിൽ ഒന്നിച്ച് കൂട്ടുകൂടുന്ന അപൂർവ കാഴ്ചയ്ക്ക് പുതുപ്പള്ളി ഒരിക്കൽ കൂടി സാക്ഷിയായി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ജനങ്ങൾക്ക് സംലഭ്യനായ മുഖ്യമന്ത്രിയുടെ ഓർമ്മകളിൽ ജനസാഗരം ഇരമ്പുകയായിരുന്നു. മാനവ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിൽ കേവലം രാഷ്ട്രീയ ചടങ്ങെന്നതിനേക്കാൾ ദൈവിക സാന്നിധ്യത്തിൻ്റെ നിറഞ്ഞ ആഘോഷസ്മരണയായി ഉമ്മൻചാണ്ടിയുടെ 1-ാം മരണവാർഷികം സമർപ്പിക്കപ്പെട്ടു. കുഞ്ഞുകുഞ്ഞിൻ്റെ ജീവിതം കാച്ചിക്കുറുക്കി ഗവർണർ ആരിഫ് ഖാൻ നടത്തിയ സുവിശേഷ സാക്ഷ്യമായിരുന്നു ഏറ്റവും ശ്രദ്ധേയം. മത്തായി സുവിശേഷത്തിലെ അന്ത്യവിധിയുടെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഇവയെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഈശോയുടെ ചരിത്രപ്രസിദ്ധമായ വ്യാഖ്യാനം എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഗവർണറുടെ തുടക്കം. നിങ്ങളുടെ കുഞ്ഞുകുഞ്ഞ് അങ്ങനെ മനുഷ്യരെ സഹായിച്ചപ്പോൾ സുവിശേഷത്തിലെ യേശുവിനെ തന്നെയാണ് സഹായിച്ചത് എന്ന് ഗവർണർ എടുത്തു പറഞ്ഞു. സുവിശേഷം പേരിന് മാത്രം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചില്ല. പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം ദീർഘമായി തന്നെ അദ്ദേഹം എടുത്തുദ്ധരിച്ചു. But I have not love, I gain nothing. Love is patient and kind. Love does not envy or boast. It is not arrogant or rude. It does not insist on its own way. It is not irritable or resentful. മാലാഖമാരുടെ ഭാഷ പറഞ്ഞാലും മാലാഖമാരൊത്ത് ജീവിച്ചാലും ഉമ്മൻചാണ്ടി ജീവിച്ചതുപോലുള്ള സ്നേഹപ്രവർത്തികളില്ലെങ്കിൽ ജീവിതം തന്നെ വെറുതെയാകുമെന്ന് പൗലോസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഗവർണർ എടുത്തു പറഞ്ഞു. I am not keeper of my brother. Rather he would rejoice with those who rejoice and weep with those who wept. Quite interestingly, the world of modern management has started assigning great significance. മലകളെ മാറ്റാൻ തക്ക വിശ്വാസമുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി ജി കാണിച്ചതുപോലെ അതുപോലെയുള്ള സേവനങ്ങൾ, ആ ഒരു ശുശ്രൂഷകളില്ലെങ്കിൽ ജീവിതം വ്യർത്ഥമാണെന്ന് പൗലോസ് ശ്ലീഹായുടെ വാക്കുകളിലൂടെ ഗവർണർ പ്രഖ്യാപിച്ചു. കയ്യടിക്ക് വേണ്ടിയും പേരിന് വേണ്ടിയും ശരീരങ്ങൾ ദഹിപ്പിക്കാൻ വിട്ടുകൊടുക്കത്തക്ക വിധം സാഹസങ്ങൾ ചെയ്താലും ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള മനുഷ്യ സ്നേഹമില്ലെങ്കിൽ എല്ലാം വെറുതെയാണ് എന്ന പൗലോസിന്റെ വാക്കുകൾ വഴി ഉമ്മൻചാണ്ടിയിൽ തിളങ്ങിയ മാനവ സേവന ഗുണത്തെ അദ്ദേഹം വാനോളം എടുത്തുയർത്തി. ഗവർണറുടെ പ്രസംഗം നിറഞ്ഞ കയ്യടിയോടുകൂടെ സഹർഷം ജനം സ്വാഗതം ചെയ്തു. മൺമറഞ്ഞിട്ടും മനസ്സുകളിൽ നിന്ന് മാഞ്ഞു മറഞ്ഞിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആയിരങ്ങൾ ദിവ്യാനുഭൂതിയോടുകൂടിയാണ് ചടങ്ങുകൾ വീക്ഷിച്ചത്. മനുഷ്യന്റെ കണ്ണീരൊപ്പുവാൻ ഉതകുന്നില്ലെങ്കിൽ മനുഷ്യജീവിതം വെറുതെയാണെന്ന് ഉമ്മൻചാണ്ടി തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ജീവിക്കുന്ന സുവിശേഷമായി ഉമ്മൻചാണ്ടി തൻ്റെ ജീവിതം കാഴ്ചവെച്ചുവെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. ഓരോ വാക്യവും ഗവർണർ പറയുമ്പോൾ ഫുൾ സ്റ്റോപ്പിന് പകരം ജനം സമ്മാനിച്ചത് ഉജ്ജ്വലമായ കയ്യടിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ നിഴലും ജീവിക്കുന്ന സ്വരൂപവുമാകാൻ ചാണ്ടി ഉമ്മന് കഴിയണമെന്നും അത് കഴിയുന്നുണ്ടെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു.